എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോധ്യം ഇതാണ്, ഈ കംഫർട്ട് സോണിൽ ഇരിക്കാനല്ല ഈശോ നമ്മളെ വിളിച്ചേക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തേക്ക് അവൻ ഇറക്കി വിടുന്നു. ഇടയനാണ് ഇറക്കി വിടുന്നത്. ഈ കടത്തിലേക്കായാലും ഈ രോഗത്തിലേക്കായാലും ഈ പരാജയത്തിലേക്കായാലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഈശോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു. ചുമ്മാ ഇറക്കി തള്ളി വിടുകയല്ലായിരുന്നു. അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ബോധ്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെയും നാളെ ഇനി ചിലപ്പോൾ വേറൊരു പ്രശ്നം വന്നാലും നമുക്ക് കിട്ടേണ്ട ബോധ്യം, നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ആ ഒരു പവർ ഇതാണ്, ഫ്യൂൽ ഇതാണ്. അവൻ തനിക്കുള്ളതിനെല്ലാം പുറത്തേക്ക് ഇറക്കി വിട്ട് ഈശോയുടെ സ്വന്തമാണ്. എന്നെ ഈ സിറ്റുവേഷനിലേക്ക് ഇത് ഈശോ അറിയാണ്ട് സംഭവിച്ചതല്ല. അറിയാണ്ട് സംഭവിച്ചതല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാനും ഈശോ ശക്തി തരും. അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആൻഡ് ദാറ്റ്സ് എ പവർ. അവൻ തനിക്കുള്ളതിനെല്ലാം പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് അവയ്ക്ക് മുമ്പേ നടക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ നീ ഈ കടത്തിൽ കൂടെ പോവാണല്ലോ, ഇപ്പൊ ഈ രോഗത്തിൽ കൂടെ, ഇപ്പൊ ഈ പരാജയത്തിൽ കൂടെ, ഇപ്പൊ ഒരു ക്രൈസിസിൽ കൂടെ കടന്നു പോവാണല്ലോ. ഇപ്പൊ ഒറ്റയ്ക്കായിരിക്കാണ്. പക്ഷെ ഒരൊറ്റ ബോധ്യം ഇതാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, മുമ്പിൽ ഒരാളുണ്ട്. ആര്? ഈശോ തന്നെ. വേറെ ആരുണ്ട്? ആ ഒരൊറ്റ ബോധ്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാട്ട് എവർ ക്രൈസിസ് യു ആർ ഗോയിങ് ത്രൂ, ഇപ്പൊ കടന്നു പോകുന്ന എന്ത് പ്രതിസന്ധി ആവട്ടെ, ഈശോ കൺമുമ്പിൽ നിൽക്കുകയാണ്. ആ ഒരൊറ്റ ബോധ്യം വേണം നമ്മളെ പിടിച്ചു നിർത്താൻ.